ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ സലാല ട്രിപ്പ് ഡേ 3 ആണ്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഈ ഒരു ടീ സെൻറ്റർ കഫ്റ്റീരിയയിലോട്ടാണ്. രാവിലെ തന്നെ ഒരു കോഫിയും ഒരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ സ്പോട്ടിലോട്ട് പോവാണ്. ഏകദേശം എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും ഈ ഗ്രീനറിയും ഈ വെള്ളച്ചാട്ടവും വെള്ളവും. ഈ സലാലയിൽ സീസൺ ടൈം ഉണ്ട്. സീസൺ ടൈം വരുന്നത് ജൂലൈ ടു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കൊക്കെയാണ്. ഞങ്ങൾ പോയത് ഏകദേശം സീസൺ കഴിയുന്ന ഒരു ടൈമിലായിരുന്നു. ഈ സ്പോട്ടിൻ്റെ പേര് എയിൻ ഗർസീസ് എന്നാണ്. ഇത് കാണുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല. നല്ല ക്ലിയർ വാട്ടറാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തുമാത്രം ക്ലിയർ ആണെന്ന്. ആ കളർ കണ്ടോ, ബ്ലൂ. ഇവിടെ വിട്ട് ഞങ്ങൾ വേറെ സ്പോട്ടിലോട്ട് പോകാൻ പോവാണ്. പോകുന്ന വഴിയൊക്കെ ഇതുപോലെ ഫോഗാണ്. പോകുന്ന വഴിയിൽ നല്ല ഫോഗാണ്. ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൂടെയുള്ള എല്ലാവരും വണ്ടിപ്രാന്തമാരായോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പണിയൊക്കെ ഒപ്പിക്കാറുണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? അങ്ങനെ വണ്ടിയൊക്കെ ഞങ്ങൾ സൈഡ് നിർത്തി കുറച്ച് നേരം ഇറങ്ങി നിന്നു. ഈ ഫോഗൊക്കെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ വേറൊരു സ്പോട്ടിലോട്ട് പോകാൻ പോവാണ്. ഇപ്പോൾ സമയം 1:30 ഒക്കെയാണ്. എന്നിട്ടും ഇത്രയും ഫോഗാണ്. ഈ ടൈമിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല സൂക്ഷിച്ച് വേണം ഡ്രൈവ് ചെയ്യാനായിട്ട്. കാരണം അത്രയ്ക്കും ഫോഗാണ്, ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ പെട്രോൾ അടിക്കുകയാണ്. ഒമാനിൽ പെട്രോൾ റേറ്റ് ഭയങ്കര കുറവാണ് UAE വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു മാംഗോ ഐസ് ബാർ വാങ്ങിച്ചു.
അപ്പം ഞങ്ങളിതാ ഇവിടെ നിന്ന് അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കൂടെയുള്ളതെല്ലാം വണ്ടിപ്രാന്തന്മാരായതുകൊണ്ട് ആ വണ്ടീനെ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. ഇതൊരു മൗണ്ടെയിൻ ഏരിയ ആണ്. നല്ല വ്യൂ ആയിരുന്നു, നല്ല ഗ്രീനറിയും നല്ല ക്ലൈമറ്റും ആണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ മേളിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഡാഡിയുടെ മക്കൾ എല്ലാവരും ഡാഡീസ് മക്കൾസ്. അതാ മോഹൻലാൽ കണ്ണാടി വന്നിരിക്കുന്നത്. കമോൺ നീ ഓക്കെ കറക്റ്റ്. ഹായ് 1 2 3 സ്റ്റാർട്ട്. വെൽക്കം ടു സലാല. നൈസ് ടു മീറ്റ് യു. നീ എന്റെ അടുത്ത് തന്നെ സമയത്ത് കിട്ടിയോ? ഇത് ഞാൻ ഓപ്ഷൻ ചെയ്തെടുത്തോ? അവിടെ ഇങ്ങനത്തെ അപ്പോൾ ഈ മൗണ്ടെയിൻ്റെ താഴെയായിട്ടാണ് വ്യൂ വരുന്നത്. അതായത് നമ്മൾ കാണാൻ പോകുന്ന മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഈ മൗണ്ടെയിൻ കാണാനായിട്ട് താഴെ കാണുന്ന റോഡിൽ നിന്ന് മേളിലോട്ട് കയറ്റിയതാണ്. അങ്ങനെ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 4 വീൽ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ സ്പോട്ട് വരെ എത്താൻ പറ്റും. അല്ലെങ്കിൽ നടന്നു വേണം പോവാൻ. അങ്ങനെ പോവുകയാണെങ്കിൽ ഒത്തിരി ദൂരം നടന്ന് വേണം ആ സ്പോട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്പോട്ടിലോട്ടാണ്. ഇത് ഡ്രൈവ് ചെയ്ത് കുറേ ദൂരം പോയാലേ നമുക്ക് ആ സ്പോട്ട് കാണാൻ പറ്റുള്ളൂ. അവനും പൊങ്ങി നിൽക്കുന്നു. ഇതെന്ത് ചെയ്യാൻ ആരെയും കിട്ടുന്നില്ല. അപ്പൊ നിന്റെ തല മാത്രമേ കിട്ടുന്നുള്ളൂ. മൈ ഗോഡ്. അവര് വിചാരിക്കും ഇതെന്താണ്, ഡ്രൈവർ ഇല്ലാത്ത വണ്ടിയാണോ അത്. ഹമ്പ് ഹമ്പ് ഹമ്പല്ല, സോറി, കുഴി കുഴി തന്നെ മിസ് ചെയ്ത്. ഇതാണ് ആക്ച്വലി ഡ്രൈവർ. ഇവിടെ ഡ്രൈവർ ഇല്ല, കാല് കൊണ്ട് ഒട്ടിക്കുന്നു. ആകാശം നല്ല വൈഡാക്കണ്ട. ഇതൊന്നും ആരും കണ്ടുപഠിക്കരുത്. നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ കൂടെയുള്ളതെല്ലാം വണ്ടിപ്രാന്തന്മാരായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പരിപാടികൾ ഒപ്പിക്കാറുണ്ട്.
പക്ഷേ ഇതൊരു മെമ്മറബിൾ ഡ്രൈവ് തന്നെയാണ്. പാലഭിഷേകം ചെയ്ത പോലെ ഉണ്ട്. ദാ കാണുന്ന വാട്ടർഫോൾസ് കാണാനാണ് കേട്ടോ ഞങ്ങൾ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നത്. പിന്നെ അങ്ങോട്ട് നമ്മൾ നടന്നു വേണം പോയി കാണാൻ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പാറകളും കല്ലുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചവിട്ടി വേണം പോയി എത്താൻ. എന്തായാലും കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് അത് കാണിച്ചു തരാം. എനിക്കറിയില്ല ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവർ എങ്ങനെ ഇത്രത്തോളം നടന്നാണോ വണ്ടിയിലാണോ വന്നതെന്ന് എനിക്കറിയത്തില്ല. വണ്ടിയിലാണെങ്കിലും ഇവിടെ വരെ എത്താൻ കുറച്ച് നടക്കാനുണ്ട്. എന്നാലും അവരെ സമ്മതിക്കണം. ഈ ലൊക്കേഷൻ്റെ പേര് എയിൻഖോർ എന്നാണ്. ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. കണ്ടോ, ഈ ഒരു വെള്ളച്ചാട്ടം കാണാനാണ് അത്രയും ദൂരം ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് വന്നത്. എന്ത് രസമാണ് കാണാൻ. ക്ലിയർ വാട്ടർ. ഈ മാൽദീവ്സിലൊക്കെ കാണുന്ന പോലത്തെ ബീച്ചിന്റെ കളറായിരുന്നു. പിന്നെ സലാലയുടെ പ്രശ്നമെന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയൊരു പ്രാണിയുണ്ട്. അത് കടിച്ചാൽ പിന്നെ ഭയങ്കര ചൊറിച്ചലായിരിക്കും. ആ കടിയൊക്കെ കൊള്ളാതിരിക്കാൻ മൊസ്കിറ്റോ ബൈറ്റ് പ്രിവെൻഷൻ ക്രീമൊക്കെ ഇട്ടാൽ മതി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ മാർക്കറ്റിലോട്ട് പോയി. പക്ക നമ്മുടെ നാടൊക്കെ കാണുന്ന ഒരു ഫീലാണ്. അവിടെ നിന്ന് ഒരു കരിക്കിൻ വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ ആ സ്പോട്ടിൽ നിന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റ് പേരൊന്നും എനിക്കറിയത്തില്ല. റൂഫ് ടോപ്പിലാണ് ഞങ്ങൾ ഇരിക്കാൻ പോകുന്നത്. ഒന്ന് മൂന്ന് നാല് പഴം എടുത്ത് കഴിച്ചു. കരിക്കും കൊടുക്കുക. എൻ്റെ അയ്യോ, ഇത് ഭയങ്കര ചുട്ട ചിക്കനാണ്. പോവില്ല. ഒരു ചിക്കൻ രണ്ടുപേരും സുഖമായിട്ട് പോവില്ല. രണ്ടുപേരും പോവില്ല. ചിക്കൻ ഇല്ലേ? ഇല്ല, ചിക്കൻ അതാണ്. ഇത്ര സ്പൈസി ആയിട്ടുള്ള ചട്നി കഴിക്കുന്ന അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ആക്ച്വലി ഇന്ന് ഞങ്ങൾ തിരിക്കേണ്ടതാണ്. പക്ഷേ 1 ഡേ കൂടി എക്സ്ട്രാ നിൽക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ള ബാക്കി ആൾക്കാരൊക്കെ പോവാണ്. ഞാനും മുന്നും പ്രവീണും ആഷിക്കുവേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്യാനായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഈ കാണുന്ന ഒരു വില്ലയാണ്. ഈ വില്ലയിൽ വരുന്ന ഒരു റൂമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. നല്ലൊരു പ്ലസൻറ്റ് ഏരിയ ആണ്. ഇനി അങ്ങനെ ചെയ്യാം. 2 0 1 അങ്ങനെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞു. റെസ്റ്റ് എടുക്കാൻ പോവാണ്. ഇനി ഉറങ്ങിയിട്ട് നാളെ കാണാം. ബൈ.